ഇതാ നടക്കണ പണി കണ്ടില്ലേ? ഇതാ ചൂണ്ടൽ എന്തായിരിക്കണം കായൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പോൾ വയനാട്ടിലാട്ടോ. വയനാട്ടിലൊരു റിസോർട്ട് ഗ്ലാസിൻ്റെ വർക്കിന് വേണ്ടി വന്നാൽ ഗ്ലാസ് ഏകദേശം ഒരു 11 മണിക്ക് വരുന്ന പറഞ്ഞത് കേട്ടോ. പക്ഷെ അത് 3 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞപ്പോൾ മുതലേ ഒറ്റ ചോദ്യം, മീൻ പിടിക്കാൻ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള കാപ്പിത്തോട്ടത്തേക്ക് ചാടി കയറി ഒരു കമ്പി എടുത്തിട്ട് കുറേ തോണ്ടി കേട്ടോ. ഞാഞ്ഞൂലിട്ടോ, ഞാഞ്ഞൂലും കിട്ടിയില്ല. പിന്നെ അവിടെ കാപ്പിത്തോട്ടത്തിൽ കയറിയതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നു നമ്മളെ ഖാദറിൻ്റെ കാലിൽ അട്ട അടിച്ചു കേട്ടോ. പിന്നെ അത് സൈഡിൽ നിന്ന് വണ്ടി സൈഡാക്കി ഗ്യാസ് ലൈറ്റൊക്കെ എടുത്ത് കുറച്ച് അടിച്ചു നോക്കി. അപ്പോൾ വട്ട അങ്ങനെ വിരലിൻ്റെ ഉള്ളിൽ പോവാം, വിരലിൻ്റെ ഗ്യാപ്പിലേക്ക്. അപ്പോൾ അതിലേക്ക് ലൈറ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്ത് കുറച്ച് ഉപ്പ് വാങ്ങിക്കൂടെ ഉപ്പിട്ട് അട്ടനെ കളഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടോ. നമ്മളെ കാരാപ്പുഴ ഡാമിൻ്റെ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരാപ്പുഴ ഡാം പ്രോപ്പർ ഡാമല്ല, ഡാം ഉള്ളതുകൊണ്ട് വെള്ളം കയറി നിൽക്കുന്ന ഏരിയകളാണ്. ഡാമിലേക്ക് ചെറിയ കണക്ഷനൊക്കെ ഉണ്ട്, അവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു പമ്പ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സ്ഥലമൊക്കെ ഒന്ന് ഇങ്ങനെ എങ്ങനെ ഉണ്ട് നോക്കി. പിന്നെ അവിടുത്തെ നാട്ടുകാർ ചൂണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് നോക്കി നിന്നിട്ട് നമ്മൾ പരിപാടി തുടങ്ങി. ഫസ്റ്റ് സൈഡിൽ തന്നെ മണ്ണീര കുഴിച്ചുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുഴിച്ച് മണ്ണീര കുറച്ച് കിട്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ഡാമിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ അത്യാവശ്യം ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ നോക്കിയിട്ട് അവിടെ സെറ്റായിട്ടോ. ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ മണ്ണിരയിൽ എന്താ അറിയില്ല, മീൻ കൊത്തണില്ല. നല്ല മറയനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മീൻ അടിക്കണില്ല. ഞങ്ങളങ്ങനെ കുറേ നേരം നിന്ന് അവസാനം നമ്മളെ കാതറിനൊരു സിലോപ്പി കൂട്ടി കിട്ടിട്ടോ, ചെറുത്. നമ്മൾ മാനം കാക്കാൻ കാതറുണ്ടായുള്ളൂ, അങ്ങനെ കിട്ടി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കിട്ടില്ലാണ്ട് അപ്പോൾ നമ്മൾ ആ സിലോപ്പിനെ റിലീസ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ.